ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രക്തദാഹം തീരാത്ത വടകാളി യക്ഷി കഥയുടെ നെക്സ്റ്റ് പാർട്ടാണ്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാ നമുക്ക് കഥ തുടങ്ങാം. കുമാരേട്ടന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെയാണെങ്കിൽ കുമാരേട്ടന്റെ മൂത്ത മകനായ സുരേഷ് ഭയങ്കരമായിട്ട് വീട്ടിലുള്ള സാധനമൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നമ്മുടെ അബിനെ നോക്കിയിട്ട് നീയും വരും എന്ന് പറയാണ് ചെയ്യുന്നത്. അതുവരെയാണ് നമ്മൾ എപ്പിസോഡ് 1 വൈൻഡപ്പ് ചെയ്തത്. അപ്പം നമുക്ക് ബാക്കി കഥ നോക്കാം. അന്നേരം കുമാരേട്ടന്റെ വീട്ടിന്റെ പുറത്ത് ആ വലിയ മരം ഇളകി കാറ്റില്ലാതെ അമ്പലത്തിന്റെ മണി താനെ മുഴങ്ങി. പിന്നെ പുറത്ത് നിന്നൊരു ചിരി, വടകാളി യക്ഷിയുടെ ചിരി. അത് കേട്ടതോടെ അബി പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അന്ന് അച്ഛന്റെ കൂടെ അബി അമ്പലത്തിലേക്ക് പോയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കുമാരേട്ടന്റെ മൂത്ത മകൻ സുരേഷ്. അവൻ അമ്പലത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനല്ല, ഒരു പെണ്ണിനെ കാണാനായിരുന്നു. അമ്പലത്തിന്റെ പിന്നിലേക്ക് കുറച്ച് കാട് പോലെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എപ്പോഴും സുരേഷ് ഒറ്റയ്ക്ക് നിൽക്കും. അവന്റെ കണ്ണുകൾ ഒരാളെ തേടുന്ന പോലെ. പക്ഷേ അവിടെ ആരുമില്ല. അല്ല, അവിടെ ഒരാൾ ഉണ്ടായിരുന്നു, പക്ഷേ ജീവിച്ചിരിക്കുന്ന ആളല്ല. ഒരു ദിവസം കുമാരേട്ടൻ തന്നെ അത് കണ്ടു. സുരേഷ് ഒരാളോട് സംസാരിക്കുന്നു, പക്ഷേ അവിടെ മനുഷ്യനില്ല, വെറും കാറ്റു മാത്രം. അന്നാണ് കുമാരേട്ടൻ സുരേഷിനെ പിടിച്ചു ചോദിച്ചത്, നീ ആരോടാ സംസാരിക്കുന്നത്? സുരേഷ് ഒന്ന് ചിരിച്ചു, പിന്നെ പറഞ്ഞു, ഈറ്റു, കുട്ടുമാമന്റെ മകൾ. കുമാരേട്ടൻ ആ പേര് കേട്ടതും പകച്ചുപോയി. കാരണം ഈറ്റു ഇപ്പോൾ ജീവനോടെ ഇല്ല. അവൾ മരിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നു മുതൽ ആ പേര് ആരും പറയാറില്ല. പക്ഷേ സുരേഷ് അവളെ പ്രണയിച്ചു. അവളെ കാണരുതെന്ന് പറഞ്ഞ് കുമാരേട്ടൻ സുരേഷിനെ വിലക്കി. നീ ഇനി അവളെ നോക്കരുത്, അവളെ കാണരുത്. സുരേഷ് ചോദിച്ചു, അവൾ ആരാണെന്ന് അറിയാമോ? കുമാരേട്ടൻ മറുപടി പറഞ്ഞു, അവൾ വടകാളി യക്ഷിയെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്ത പെണ്ണാണ്. അവൾ യക്ഷിക്കൂട്ടത്തിലേക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ അബിക്ക് ഒരു സംശയമുണ്ടായിരുന്നു. ഒരു യക്ഷി എങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ കയറും? അവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു, പേടി വന്നാൽ, മനസ്സിൽ ദുർബലത വന്നാൽ അവൾ ഉള്ളിൽ കയറും. അത് കേട്ട അബിക്ക് ചിരിയാണ് വന്നത്. കാരണം അബി കേട്ടിട്ടുള്ള കഥകൾ നാക്ക് വലിക്കും, നിലം പൊത്തിക്കിടക്കും, കണ്ണു കറക്കും, ശബ്ദം മാറും. പക്ഷേ ഇതൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശേഷം ഓർമ്മകളെ വിട്ടഴിച്ച് അബി സുരേഷിന്റെ നേരെ പോയി. അബി സുരേഷിനെ നോക്കി, നിനക്ക് അച്ഛനോട് എന്താണ് പ്രശ്നം? സുരേഷ് തിരിച്ചു ചോദിച്ചു, നിനക്കെന്താ എന്റെ പ്രണയത്തോട് പ്രശ്നം? അബി പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അവന്റെ കണ്ണുകൾ പെട്ടെന്ന് മാറി. അവന്റെ മുഖം വളരെ വിചിത്രമായി. പെട്ടെന്ന് സുരേഷ് ദേഷ്യപ്പെട്ടു. ഒറ്റ നിമിഷം കൊണ്ട് പെരുമാറിയത് മറ്റൊരു മനുഷ്യനെ പോലെ. പിന്നെ അവൻ അമ്പലത്തിലേക്ക് ഓടി. കുമാരേട്ടൻ പിന്നിൽ പിന്തുടർന്നു. അന്ന് ചൊവ്വാഴ്ച രാത്രി അമ്പലത്തിന് മുന്നിലുള്ള ആ പഴയ കല്ലിന്റെ അടുത്ത് സുരേഷ് ഒന്നും പറയാതെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് സ്വന്തം കൈ മുറിച്ചു. ചോര ചോര ചോര. ചോരയാകെ കല്ലിന് മുകളിൽ ഒഴുകി. ആ ചോര കുടിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടത് കല്ലിൽ നിന്ന് ചോര തുള്ളി തുള്ളിയായി അകത്തേക്ക് പോകുന്നത് പോലെ. പക്ഷേ അത് കല്ലല്ല, അത് വടകാളി യക്ഷിയുടെ വായായിരുന്നു. അവൻ അവിടെ തന്നെ തളർന്നു വീണു. പിന്നെ സുരേഷിന്റെ ശരീരം വറ്റി. അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. കുമാരേട്ടൻ തകർന്നു. കാരണം ചോര കൊടുത്തത് അവന്റെ സ്വന്തം മൂത്ത മകൻ. അന്നു മുതൽ കുമാരേട്ടൻ പച്ചക്ക് പറഞ്ഞു, ഇനി ആരും ആ കല്ലിനടുത്തേക്ക് പോകരുത്. പക്ഷേ രക്ഷയുണ്ടായിരുന്നില്ല. സുരേഷ് മരിച്ചതിനു ശേഷം കുമാരേട്ടന്റെ രണ്ടാമത്തെ മകൻ വീണ്ടും അതേപോലെ അവനും രാത്രിയിൽ അമ്പലത്തിലേക്ക് അവനും ചോര കൊടുക്കാൻ തുടങ്ങി. കുമാരേട്ടൻ തടഞ്ഞില്ല. കാരണം അവൻ ഉള്ളിൽ അറിയാമായിരുന്നു, ഇനി തടഞ്ഞാൽ വടകാളി യക്ഷി വീട്ടിലേക്ക് വരും. കുറെ നാൾ കഴിഞ്ഞപ്പോൾ കുമാരേട്ടന്റെ വീട്ടിൽ രാത്രി ഒരാളിന്റെ കാൽപ്പാടുകൾ. പക്ഷെ അവിടെ ആരുമില്ല. പിന്നെ ഒരു ദിവസം കുമാരേട്ടൻ കണ്ടത് മൂത്ത മകൻ സുരേഷ് വീട്ടിന്റെ വരാന്തയിൽ നിൽക്കുന്നു. പക്ഷെ അവൻ മരിച്ചവനാണ്. കുമാരേട്ടൻ അന്ന് അത് മനസ്സിലാക്കി. ഞാൻ യക്ഷിക്കൂട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു, ഇനി രക്ഷ വേണം. എന്നിട്ട് കുമാരേട്ടൻ പോയത് ഒരു ഗുരുവിന്റെ അടുത്ത്. ആ ഗുരുവാണ് മാർത്താണ്ഡവർമ്മ. എല്ലാ നാട്ടിലും എല്ലാ യക്ഷിക്കഥയിലും ഏറ്റവും പേര് കേട്ട ഒരു മന്ത്രവാദി ഉണ്ടാകും. അങ്ങനെ ഈ കഥയിലെ മന്ത്രവാദിയാണ് മാർത്താണ്ഡവർമ്മ. പക്ഷേ പേടിപ്പെടുത്തുന്ന മന്ത്രവാദിയല്ല, ലോകം മുഴുവൻ അറിയുന്ന ഒരാൾ. മാർത്താണ്ഡവർമ്മയുടെ മകനാണ് രമേശൻ, അതായത് അബിയുടെ അച്ഛൻ. കുമാരേട്ടന്റെ വീട്ടിൽ മൂത്ത മകൻ മരിച്ചിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ കുമാരേട്ടൻ അബിയുടെ അച്ഛന്റെ മുന്നിൽ വീണു പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ മനുഷ്യനില്ല, മരിച്ചവനാണ് നടക്കുന്നത്. അബിയുടെ അച്ഛൻ രമേശൻ ഒരു നിമിഷം കണ്ണടച്ചു. പിന്നെ പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരാൾക്ക് മാത്രമാണ്. കുമാരേട്ടൻ ചോദിച്ചു, ആര്? അച്ഛൻ പതുക്കെ പറഞ്ഞു,
മാർത്താണ്ഡൻ. മാർത്താണ്ഡൻ എന്ന പേര് കേട്ടാൽ ഈ നാട്ടിലെ എല്ലാവരും ഒന്നും മിണ്ടാതാകും. പക്ഷേ സത്യം പറയട്ടെ, മാർത്താണ്ഡൻ അവന്റെ യഥാർത്ഥ പേരല്ല. അവന്റെ പേര് പറശ്ശിക്കരൻ. പക്ഷേ ഇങ്ങനെയുള്ള യക്ഷിക്കഥകളിൽ ഒരു മാർത്താണ്ഡവർമ്മ ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറശ്ശിക്കരൻ എന്ന പേര് കാലം കൊണ്ട് മാർത്താണ്ഡൻ ആയി മാറി. മാർത്താണ്ഡന്റെ ഏറ്റവും വലിയ രഹസ്യം അച്ഛൻ പറഞ്ഞത്, അദ്ദേഹം മന്ത്രവാദി മാത്രമല്ല, ഈ ദേശം കണ്ടിട്ടുള്ള ഏറ്റവും അപകടകാരി. അവൻ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കും, കണ്ണടച്ചിരിക്കും. പക്ഷേ അവന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ശബ്ദം മാത്രം, ഓം. അത് കേട്ടാൽ പുറത്ത് കാറ്റുപോലും നിൽക്കും. ശേഷം അവർ അവിടെ പഴയകാല കഥകൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ചെറുപ്പത്തിൽ ഒരിക്കൽ ഒരു മുറിയിൽ കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടത് പഴയ സനാതന ഗ്രന്ഥങ്ങൾ, മന്ത്രഗ്രന്ഥങ്ങൾ, അറബി എഴുത്തുള്ള കിതാബുകൾ, ബൈബിളുകൾ, കാവുകളെ കുറിച്ചുള്ള പഴയ രേഖകൾ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് മനുഷ്യന് വായിക്കാൻ പറ്റുന്ന കാര്യമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മാർത്താണ്ഡനെ ക്ലിയറായി ഓർമ്മയില്ല. ഒറ്റ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോയിൽ ഞാൻ കണ്ടതുപോലെ ഒരു വയസ്സൻ കണ്ണുകൾ പെട്ടെന്ന് നോക്കി അകത്തേക്ക് കുത്തും പോലെ. അന്നത്തെ കാലം അവിടം കാട്. ഒരു കുടിൽ കഴിഞ്ഞാൽ അടുത്തുള്ള കുടിൽ കാണാൻ വളരെ ദൂരം. പുലികൾ ഇറങ്ങുന്ന കാലം. അമ്മ പറഞ്ഞിരുന്നു, നിന്റെ അച്ഛന്റെ അമ്മയെ പുലി പിടിച്ചു കൊണ്ടുപോയി. അത് കേട്ടാൽ ഞാൻ ഉറങ്ങില്ല. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ പറഞ്ഞ കഥ. ഒരു രാത്രി അച്ഛൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ വീട്ടിന് മുന്നിൽ നിശ്ചലമായി നിൽക്കുന്നു. അച്ഛൻ പേടിച്ച് വാതിലടക്കും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും നോക്കും. അവൻ അവിടെ തന്നെ. അച്ഛൻ വിറക്കും. അപ്പോൾ മാർത്താണ്ഡൻ പറഞ്ഞു, പുറത്തു പോകരുത്, അവൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ കാവലുണ്ട്. പക്ഷേ അച്ഛന്റെ പേടി കുറഞ്ഞില്ല. കാരണം ആ ആളിന്റെ മുഖം കാണാൻ പറ്റില്ല. മാർത്താണ്ഡൻ അബിയുടെ അച്ഛനോട് പറഞ്ഞത്, അരയാൽ, പേരാൽ, തീരാൽ ഇവ 3 മരങ്ങൾ ഒരുമിച്ച് വളരുന്നുണ്ടെങ്കിൽ അവിടെ യക്ഷിക്കാവലുണ്ട്. ഒന്നിച്ചു കണ്ടാൽ ആ വഴി രാത്രിയിൽ പോകരുത്. ഒരു ദിവസം അബിയുടെ അച്ഛനും ഒരു മരം വെട്ടുകാരനും കാട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു. അപ്പോൾ പേരാൽ മരത്തിന്റെ അടിയിൽ നിന്ന് ഒരു വള്ളി പാമ്പിനെ പോലെ വേഗത്തിൽ നീളമായി വന്ന് അച്ഛന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ചുറ്റി ചുറ്റി അത് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അച്ഛന്റെ കൈകൾ ബലം കുറഞ്ഞു. ശ്വാസം മുട്ടി. അവിടം അച്ഛൻ കണ്ണടച്ചു. പിന്നെ ഒരു മന്ത്രം, ഒരൊറ്റ മന്ത്രം. അച്ഛൻ ചൊല്ലിയത് എന്താണെന്ന് അബിക്കറിയില്ല. പക്ഷേ അവൻ ഓം എന്ന് പറഞ്ഞതും കാടിന്റെ ശബ്ദം ഒറ്റ നിമിഷം നിർത്തി. വള്ളി പെട്ടെന്ന് കാൽ വിട്ട് പിറകിലേക്ക് മാറി. അത് മാറിയത് വള്ളി പോലെയല്ല, ഒരു ജീവി പോലെ. അന്ന് മാർത്താണ്ഡൻ പറഞ്ഞു, ഇത് നിനക്ക് മുന്നറിയിപ്പാണ്. നീ വടക്കാളി യക്ഷിയുടെ കഥയിൽ ഇനിയും കയറാനുണ്ട്. അങ്ങനെ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടന്ന ആ രാത്രി, അന്നേ ദിവസം രാത്രി കുമാരേട്ടന്റെ വീട്ടിൽ മൂത്ത മകൻ സുരേഷ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ തവണ അവൻ ഒറ്റയ്ക്കല്ല. അവന്റെ പിന്നിൽ വടക്കാളിയക്ഷി നിഴലായി നിൽക്കുന്നു. അവൾ പറഞ്ഞ ഒറ്റ വാക്ക്, ചോര വേണം. വീടിന്റെ മുകളിൽ തന്നെ അച്ഛൻ ആ ചങ്ങല മുറിപ്പിച്ചു. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.